Hello everyone. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SGOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൻ്റെ 4th സെമസ്റ്ററിലുള്ള ആൻസിലറി കോഴ്സായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, സോ ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ആകെ കൂടെ വരുന്നത് 6 ബ്ലോക്കാണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്കാണ് ബേസിക്സ് ഓഫ് ജേർണലിസം എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് 4 യൂണിറ്റുകളാണുള്ളത്. സോ ഈ 4 യൂണിറ്റും 4 വീഡിയോസ് ആയിട്ട്, അതായത് ഓരോ യൂണിറ്റുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് started. So unit 1 evolution of journalism ആണ്. ഓക്കെ, സോ ഈ സബ്ജക്റ്റിൽ നമ്മൾ ടോട്ടലായിട്ട് നോക്കുന്നത് എന്താണ് ജേർണലിസം, എങ്ങനെയാണ് അത് വന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ട്രെൻഡ്സ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മോസ്റ്റ്ലി സബ്ജക്റ്റിൽ നോക്കുന്നത്. ഈ ഒരു ബ്ലോക്ക് തന്നെ ബേസിക്സ് ഓഫ് ജേർണലിസം ആണ്. അതായത് എങ്ങനെയാണ് ജേർണലിസം വന്നത്, അതിൻ്റെ റോൾ ആൻഡ് റെലവൻസ് എങ്ങനെയാണ്, ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ചലഞ്ചസ് എന്തൊക്കെയാണ് ഉള്ളത് ജേർണലിസത്തിൽ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മോസ്റ്റ്ലി ഈ ഒരു ബ്ലോക്കിൽ നോക്കുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റ് ഇവല്യൂഷൻ ഓഫ് ജേർണലിസം ആണ്. ഓക്കെ, എന്താണ് ജേർണലിസം, എങ്ങനെയാണ് ജേർണലിസം വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സോ ഈ ജേർണലിസം എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് അല്ല. പണ്ടുകാലം മുതലേ തന്നെ ഈ ഒരു പേര് കൊടുത്തിട്ടില്ല എന്ന് മാത്രമാണുള്ളത്. പണ്ടുകാലം മുതലേ തന്നെ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റാണ് ജേർണലിസം എന്ന് പറയുന്നത്. അതായത് മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രർക്ക് ആ ഒരു യുദ്ധത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, സഞ്ജയൻ എന്ന് പറഞ്ഞിട്ട്. സോ ആ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്ന പരിപാടി തന്നെയാണ് ആക്ച്വലി ജേർണലിസം ആയിട്ട് ഇപ്പം നിൽക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോസസ്സ്, അതാണല്ലോ ബേസിക്കലി നമ്മൾ ജേർണലിസം എന്ന് പറയുന്നത്. സോ അത് പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ജേർണലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ ഒരു കാര്യം മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോമാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ദ കളക്ഷൻ, പ്രോസസ്സിംഗ്, റീപ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതിനാണ് നമ്മൾ ജേർണലിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിൽ കളക്ഷൻ ഓഫ് ഡാറ്റ വരുന്നുണ്ട്, പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വരുന്നുണ്ട്, റീപ്രൊഡക്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. സോ ഈ നമുക്കുള്ള ഇൻഫർമേഷനെ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ആർക്കാണോ എത്തിക്കേണ്ടത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോസസ്സ്, ആ ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ജേർണലിസം എന്ന് പറയാം. ഈ ജേർണലിസം എന്നുള്ള വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള ജേർണലിസ്റ്റേ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് വൺ ഹൂ കീപ്സ് എ ജേർണൽ. ഒരു ജേർണൽ കീപ്പ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിക്കാണ് ഈ ഒരു ജേർണലിസം എന്നുള്ള വേർഡിലേക്ക് നമ്മളെ തിരിക്കുന്നത്. ഓക്കെ, സോ ജേർണലിസം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് ജേർണലിസം എന്ന് പറയുന്നത്. ദെൻ എങ്ങനെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ ഇതിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ടു നോ ആൻഡ് ടു ടെൽ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് നമുക്ക് അറിയുന്നു, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് നമുക്ക് പണ്ടുകാലം മുതലേ ഉള്ളതാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിൽ പണ്ടുകാലം തൊട്ടേ നമുക്കുള്ളതാണ്. നമ്മളുടെ റൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ആദ്യം വരുന്നത് ആൻഷ്യൻ്റ് ഈജിപ്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെടിയുടെ ഇലയിൽ എഴുതാനായിരുന്നു. ഓക്കെ, പാപ്പിറസ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയിൽ എഴുതിയിട്ടാണ് അവർ പണ്ടുകാലത്ത് ഈ റൈറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ വരുന്നത്. സോ അവർക്ക് അറിയുന്ന ഇൻഫർമേഷൻ അവരതിൽ എഴുതി വയ്ക്കുന്നു, അത് ഫ്യൂച്ചർ ജനറേഷന് നമ്മൾ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നമ്മളത് ഷെയർ ചെയ്യുന്നു എന്നുള്ള രീതിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ പ്രിൻറ്റിങ്, വയർലെസ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വരുന്നത്. സോ ഇത് പണ്ടുകാലം മുതലേ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ജേർണലിസം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഇൻഫർമേഷനുള്ള ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ് ജേർണലിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത്. സോ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം ന്യൂസ് പേപ്പേഴ്സൊക്കെ ബാൻ ചെയ്തുകൊണ്ട് ഒരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇൻഫർമേഷൻ പാസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. ബ്രിട്ടീഷുകാർ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ബാൻ ചെയ്തുകൊണ്ടുള്ള ഒരു റൂള് വന്നിട്ടുണ്ടായിരുന്നു. വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മളുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് തടയാൻ വേണ്ടി വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെ അല്ലാതെ ഇൻഫർമേഷൻ എല്ലാവർക്കും ഈക്വലി അവൈലബിൾ ആക്കുക എന്നുള്ള, ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ് ജേർണലിസത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ഒരു ലിങ്കായിട്ട് എന്ത് വർക്ക് ചെയ്യാറുണ്ട്, ജേർണലിസം വർക്ക് ചെയ്യാറുണ്ട്. സോ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് റെഗുലേഷൻസ്, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനും ആ തീരുമാനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടപ്പിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം എത്തിക്കാനും ഒക്കെ ആയിട്ട് ഗവൺമെൻറ്റിനും പീപ്പിളിനും ഇടയിൽ നിൽക്കുന്ന ഒരു ലിങ്കായിട്ട് ജേർണലിസം ആക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ജേർണലിസത്തിനെ 4th പില്ലർ ഓഫ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. കാരണം ഡെമോക്രസി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജേർണലിസം ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് 4th പില്ലർ ഓഫ് ഡെമോക്രസി ആയിട്ട് നമ്മൾ എന്തിനാണ് പറയുക, ജേർണലിസത്തിനെയാണ് പറയുക. ദെൻ എങ്ങനെയാണ് ജേർണലിസം വന്നത്, അതിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. പണ്ടുകാലത്ത് വേർഡ് ഓഫ് മൗത്ത് ആയിട്ടായിരുന്നു ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ മുത്തശ്ശി കഥകളിലൂടെ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കേട്ടിട്ട് പാട്ടുകളിലൂടെ, ഇങ്ങനെ ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ കേട്ട് അവർ വഴി മറ്റൊരാളിലേക്ക് എത്തി, അങ്ങനെയായിരുന്നു, വാമൊഴിയായിട്ടായിരുന്നു എന്തുണ്ടായിരുന്നത്, ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിന് ശേഷമാണ് നമ്മൾ സ്ക്രോൾസിലൊക്കെ എഴുതാൻ തുടങ്ങിയത്. ഒരു പേഴ്സണിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് താളിയോലകളിലൊക്കെ എഴുതി ആ രീതിയിലൊക്കെ പാസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഷ്യൻ സിവിലൈസേഷൻസിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റോറി ആയിട്ട് അവരതിനെ ക്രോണിക്കിൾസ് ആയിട്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു. അതിനുശേഷം നമ്മളുടെ സ്റ്റോറി ടെല്ലേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഹിസ്റ്ററി ഫ്യൂച്ചർ ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത് സ്റ്റോറി ടെല്ലേഴ്സാണ്. സോ ഇങ്ങനെ കഥകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷമാണ് നമ്മളുടെ പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്യുന്നത്. 15th സെഞ്ച്വറിയിൽ ജോഹന്നസ് ഗൂട്ടൻബർഗ് ആണ് എന്ത് കൊണ്ടുവരുന്നത്, പ്രിൻറ്റിംഗ് പ്രസ് ആദ്യമായിട്ട് ഇൻവെൻറ്റ് ചെയ്യുന്നത്. സോ അതിനുശേഷം എന്താവാൻ തുടങ്ങി, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ബുക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എത്താൻ തുടങ്ങി. സോ കുറച്ചുകൂടെ വൈഡർ ഓഡിയൻസിലേക്ക് ഐഡിയാസും നോളജും ഒപ്പീനിയൻസും ഒക്കെ ഈസിലി സ്പ്രെഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ വരവോട് കൂടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോട് കൂടിയിട്ട് കുറച്ചുകൂടെ ഗ്രോത്തും ഡൈവേഴ്സിഫിക്കേഷനും ഒക്കെ വരാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്, കുറേയധികം ഇൻഡസ്ട്രീസും കാര്യങ്ങളും എല്ലാം ഡെവലപ്പായി, കുറേയധികം കമ്പനീസ് വന്നു. സോ അങ്ങനെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ എത്തേണ്ടതായിട്ടുള്ള ഒരു നീഡ് അവിടെ ഉണ്ടാവുകയാണ്. സോ അതിനുശേഷമാണ് ടെലിഗ്രാഫ്സും ടെലിഫോൺസും ഒക്കെ വരുന്നത്. അത് വന്നതോട് കൂടിയിട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ, അല്ലെങ്കിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ഇൻഫർമേഷൻ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാസ്സാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, വാർസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുക, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഒക്കെ കവർ ചെയ്യുക, സൊസൈറ്റിയുടെ ഇഷ്യൂസൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ആ ഒരു സമയത്ത് നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 20th സെഞ്ച്വറിയിലാണ് നമ്മളുടെ റേഡിയോ, ടെലിവിഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. സോ അതോട് കൂടിയിട്ട് ഓഡിയോ അല്ലെങ്കിൽ വിഷ്വൽ ഡയമെൻഷൻസ് ഓഫ് ജേർണലിസം വരാനായിട്ട് തുടങ്ങി. റേഡിയോ ആണെന്നുണ്ടെങ്കിൽ ഓഡിയോ ആണ്, ടെലിവിഷൻ ആണെന്നുണ്ടെങ്കിൽ വിഷ്വൽ ആണ്. സോ ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ജേർണലിസം ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്തത്. റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അതേപോലെ ടെലിവിഷൻ ആണെന്നുണ്ടെങ്കിൽ മൂവിങ് ഇമേജസിലൂടെ നമുക്ക് ആക്ച്വലി കണ്ടുകൊണ്ട് ആ ഒരു സിനേറിയോ മനസ്സിലാക്കാനായിട്ട് ഒക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നീട് അതിനുശേഷം നമുക്ക് ഡിജിറ്റൽ ഏജ് വന്നു. അതായത് ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടിയിട്ട് എൻറ്റയർലി എല്ലാ ഇൻഫർമേഷനും നമ്മുടെ വിരൽത്തുമ്പുകളിൽ എത്തുകയാണ് ചെയ്തത്. സോ 24/7 നമുക്ക് ലൈവായിട്ട് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. 24/7 ന്യൂസ് സൈക്കിൾസ്, അപ്ഡേറ്റ്സ്, റിയൽ ടൈം റിപ്പോർട്ടിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരാൻ തുടങ്ങി. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ഈ ഒരു ജേർണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത്. ഈ ഒരു ഡിജിറ്റൽ ഏജ് വന്നതോട് കൂടിയിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസും ഒരുപാടായി. അതേസമയം തന്നെ നമുക്ക് കുറേയധികം ചലഞ്ചസും വന്നിട്ടുണ്ട്. കാരണം മിസ്ഇൻഫർമേഷൻ വരാം, ഫേക്ക് ന്യൂസുകൾ നമ്മൾ ഡെയിലി കാണുന്നതാണ്. വരുന്ന പകുതി ന്യൂസ് ഫേക്ക് ആയിരിക്കും. സോ വാട്സപ്പിൽ വരുന്ന ഫോർവേഡ്സ് ഫേക്ക് ആവാം. സോ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ വരാനുള്ള സാധ്യത, എത്തിക്കൽ ഡയലമാസ് എല്ലാം വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും, അതൊക്കെ ചലഞ്ചസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഗ്ലോബൽ ഓഡിയൻസിനെ നമുക്ക് പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇഷ്യൂസൊക്കെ എന്തെങ്കിലും അൺനോട്ടീസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. നമുക്ക് എല്ലാവരുടെയും ഉള്ള ന്യൂസസ് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു ജേർണലിസത്തിൻ്റെ ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം പ്രിൻറ്റിംഗ് എറ വരുന്നു, അതിനുശേഷം നമ്മളുടെ റേഡിയോ, ദെൻ ടെലിവിഷൻ, ദെൻ ഇൻ്റർനെറ്റ്. സോ ആ രീതിയിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, സോ ആദ്യം വന്നത് എന്താണ്, പ്രിൻറ്റിംഗ് എറയാണ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഹിസ്റ്ററി ഓഫ് ഡെമോക്രസി ആൻഡ് ഇക്വാലിറ്റി എന്നാണ് നമ്മൾ പുതിയ ഹിസ്റ്ററി ഓഫ് ജേർണലിസത്തിനെ പറയാറുള്ളത്. കാരണം ജേർണലിസം തന്നെ വരുന്ന ഡെമോക്രസിയും ഇക്വാലിറ്റിയും എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
പണ്ട് കാലത്ത് ഹോളി ടെക്സ്റ്റ് ആയിട്ടുള്ള ബൈബിൾ പോലും റിച്ച് ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഇൻഫർമേഷൻ പോലും എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല. സോ റോമിലാണ് ഫസ്റ്റത്തെ പീസ് ഓഫ് പേപ്പർ വരുന്നത്. ആക്റ്റ ഡ്യൂർണ എന്നാണ് ആ ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ ആ സമയത്ത് പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ പ്രിൻറ്റിംഗ് എറ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററസി റേറ്റ് ഭയങ്കര കുറവായിരുന്നു. ലെസ് ദാൻ 10% ആണ് നമ്മളുടെ ലിറ്ററസി ഉണ്ടായിരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. സോ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളുടെ അടുത്ത് ഒരു പീസ് ഓഫ് പേപ്പറിൽ എല്ലാ ഇൻഫർമേഷനും എഴുതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ദെൻ അതിനുശേഷമാണ് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, ടെലിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. 1455 ആക്ച്വലി ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഇയറാണ് 1455 എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മളുടെ ജോൺ ഗുട്ടൻബർഗ് എന്ത് കൊണ്ടുവരുന്നത്, നമ്മളുടെ പ്രിൻറ്റിംഗ് പ്രസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യയിൽ 1557 ഇതെത്തുന്നത്. 1557 ഗോവയിലാണ് നമ്മളുടെ പ്രിൻറ്റിംഗ് പ്രസ്സും കാര്യങ്ങളൊക്കെ എത്തുന്നത്. കേരളത്തിലെത്തുന്നത് വീണ്ടും ശേഷമാണ് 1821 1821 കേരളത്തിലത് എത്തുന്നത്. CMS കോട്ടയത്താണ് അത് വരുന്നത്. ദെൻ നമ്മളുടെ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കെ കൊണ്ടുവന്നിട്ടുള്ള 1779 വന്നിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ബംഗാൾ ഗസറ്റാണ് അവളുടെ ന്യൂസ് പേപ്പർ ആയിട്ട് വരുന്നത്. ദെൻ 1847 കേരളത്തിലെ ആദ്യത്തെ പേപ്പർ വരുന്നത് രാജ്യസമാചാരം എന്നായിരുന്നു ആ പേപ്പറിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഒരുപാടധികം ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നാഷണലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൽ ഗംഗാധർ തിലക്, സ്വദേശ് അഭിമാനി രാമകൃഷ്ണ പിള്ളൈ, അങ്ങനെയുള്ള ഒരുപാടധികം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂസ് പേപ്പേഴ്സ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ന്യൂസ് പേപ്പേഴ്സ് മാത്രമല്ല, ഫാംപ്ലെറ്റ്സ്, പീരിയോഡിക്കൽസ്, അതായത് വരാന്ത പതിപ്പുകൾ, മാഗസീൻസ്, അങ്ങനെ പല തരത്തിലാണ് നമ്മളുടെ ഈ പ്രിൻറ്റിംഗ് എറ ഓഫ് ജേർണലിസം പോയിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ റേഡിയോ എന്ന് പറയുന്നത്. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ബഹുജൻ ഹിതയ ബഹുജൻ ഗുണയ എന്നാണ്. അത് ആക്ച്വലി നമ്മളുടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ മോട്ടോ ആണ്, ബഹുജൻ ഹിതയ ബഹുജൻ ഗുണയ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇവിടെ റേഡിയോനെ കുറിച്ചാണ് പറയുന്നത്. പ്രിൻറ്റിംഗ് എറ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഓഡിയോയിലേക്ക് എത്തി എന്നുള്ള രീതിക്ക്. ലാർജ് മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ റേഡിയോ എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇൻവെൻഷനോട് കൂടിയിട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ നമ്മളുടെ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങുന്നത് ചെറിയ അമച്വർ ക്ലബ്സാണ്, റേഡിയോ ക്ലബ്സാണ്. മുംബൈ, കൽക്കത്ത, ചെന്നൈയിലൊക്കെ ഉണ്ടായിരുന്ന അമച്വർ ആയിട്ടുള്ള ക്ലബ്സാണ് തുടങ്ങുന്നത്. ഓൾ ഇന്ത്യ റേഡിയോ AIR എന്ന് പറയുന്നത് 1936 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മോട്ടോ ആയിരുന്നു ബഹുജൻ ഹിതയ ബഹുജൻ ഗുണയ എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഹിതത്തിന് വേണ്ടിയിട്ട്, അത് നല്ലതിന് വേണ്ടിയിട്ട്, എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു മീനിങ് വരുന്ന മോട്ടോ വെച്ചിട്ടാണ് തുടങ്ങിയത്. 1956 അതിനെ ആകാശവാണി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഈ ഓൾ ഇന്ത്യ റേഡിയോനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആകാശവാണി എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് 460 ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഒരു 92% ഓഫ് ദ കൺട്രി കവർ ചെയ്യുന്ന രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അത്രയും ഡെവലപ്ഡ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ബ്രോഡ്കാസ്റ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഫസ്റ്റ് കൺട്രോളറാണ് ലയണൽ ഫീൽഡൻ എന്ന് പറയുന്ന പേഴ്സൺ. 1935 അയാൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. 1947 നമ്മളുടെ ഫസ്റ്റ് ഫീമെയിൽ ന്യൂസ് റീഡറിനെ നമ്മൾ ഹയർ ചെയ്യുന്നത്. അതും ഉറുദുവിലുള്ള ന്യൂസ് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്. അവരുടെ പേരായിരുന്നു സൈദ ബാനു. ഓക്കെ, ആ ഒരു പേഴ്സണാണ് ഫസ്റ്റത്തെ വിമൺ ആയിട്ട് വരുന്നത്. ദെൻ റേഡിയോ പല തരത്തിൽ പണ്ടെന്നും ഇപ്പോഴത്തേക്കും വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളുടെ AMI ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം FMs ആയി, അതായത് ഫ്രീക്വൻസി മോഡുലേഷൻ എന്നുള്ള രീതിക്കൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആ ഒരു റീജിയനിലും വന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷമാണ് നമ്മൾ മൂവിങ് ഇമേജസിലേക്ക് വരുന്നത്, അതായത് നമ്മളുടെ ടെലിവിഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ ദൂരദർശനാണ് 1959 ഒരു എക്സ്പെരിമെൻ്റൽ എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാദ്യം വന്നിട്ടുണ്ടായിരുന്നത് പീപ്പിളിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിക്ക് മാത്രമായിരുന്നു. 1990s ശേഷമാണ് 24/7 ചാനൽസ് നമ്മളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളൊരു രീതിക്കും കൂടെ വരാനായിട്ട് തുടങ്ങിയത്. മനോഹർ ശ്യാം ജോഷിയുടെ ഹം ലോഗ് എന്ന് പറയുന്ന ഒരു സീരീസാണ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ടെലിവിഷൻ സീരീസ് ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ കേബിൾ ടെലിവിഷൻ, സാറ്റലൈറ്റ് വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിഷ്
TV എന്നുള്ള രീതിക്ക് വരാൻ തുടങ്ങി. 24/7 ന്യൂസ് ചാനൽസ് വരാൻ തുടങ്ങി. സെൻസേഷണൽ ന്യൂസസ് ഒക്കെ വരാൻ തുടങ്ങി. CNN എന്ന് പറയുന്നതാണ് ഫുൾ ടൈം ആയിട്ട് ന്യൂസ് ചാനലായിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ചാനൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ 1895 ആദ്യത്തെ ഫിലിം വരുന്നത്. ഓക്കെ, പാരീസിലുള്ള ഗ്രാൻഡ് കഫേയിലാണ് ലൂമിയർ ബ്രദേഴ്സ് നമ്മളുടെ ഫസ്റ്റത്തെ ഫിലിം മെയ്ഡ് ചെയ്യുന്നത്. അവരുടെ ആദ്യത്തെ മൂവിങ് ഇമേജ് എന്ന് പറയുന്നത് ഫാക്ടറിയിൽ നിന്നും വർക്കേഴ്സ് ഇറങ്ങി വരുന്ന ഒരു സീനായിരുന്നു. അതാണ് നമ്മളുടെ ഫസ്റ്റത്തെ മൂവിങ് ഇമേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ ജാസ് സിംഗർ എന്ന് പറയുന്ന ഒരു മൂവിയാണ് ആദ്യത്തെ സൗണ്ട് മൂവി, വേൾഡിലെ തന്നെ സ്ക്രീൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൗണ്ട് മൂവി എന്ന് പറയുന്നത്. ദെൻ 1920s ചാർലി ചാപ്ലിൻ്റെ ഒരുപാട് സൈലൻറ്റ് കോമഡീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വൈറലായി പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ദ കിഡ്, അങ്ങനെയുള്ളതൊക്കെ വേൾഡിലെ തന്നെ റിനൗണ്ട് മൂവീസായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ദാദാഷെഫ് ഫാൽക്കെയുടെ രാജാ ഹരിശ്ചന്ദ്ര. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ സത്യജിത് റോയ്, അടൂർ ഗോപാലകൃഷ്ണൻ, ഋത്വിക് ഘട്ടക് എന്നൊക്കെ പറയുന്ന ഒരുപാടധികം ആൾക്കാർ കുറേയധികം മൂവീസും കാര്യങ്ങളിലും ഒക്കെ കൂടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇന്ത്യയിൽ ഒരു വർഷം തന്നെ 2000-ലധികം സിനിമകൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ TV എന്നുള്ള അല്ലെങ്കിൽ ടെലിവിഷൻ എന്നുള്ള കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളുടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇൻ്റർനെറ്റ് ആണ്. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നാണ് നമ്മൾ എന്തിനെ പറയുക, ഇൻ്റർനെറ്റിനെ പറയാം. ഇൻ്റർനെറ്റിൻ്റെ ഇൻവെൻഷനോട് കൂടിയിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡർ നെറ്റ്വർക്കാണ്. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു വൈഡർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർനെറ്റ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ വൈഡർ നെറ്റ്വർക്ക് ദാറ്റ് അലോസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അറൗണ്ട് ദ വേൾഡ് റൺ ബൈ കമ്പനീസ്, ഗവൺമെൻറ്റ്സ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് ടു ടോക്ക് ടു വൺ അനദർ. ഓക്കെ, ലോകം എമ്പാടുമുള്ള യൂണിവേഴ്സിറ്റീസ്, ഗവൺമെൻറ്റ്സ്, കമ്പനീസ്, ഓർഗനൈസേഷൻസിലൊക്കെയുള്ള നെറ്റ്വർക്കുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്ന ഒരു വൈഡർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർനെറ്റ് എന്ന് പറയുക. ഡിജിറ്റൽ ഇൻഫർമേഷനെ വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വേൾഡിൽ തന്നെ കണക്ഷൻ നെറ്റ്വർക്ക് വരുന്നതിൻ്റെ പയനിയർ ആയിട്ട്, അതായത് ഒരു സ്റ്റാർട്ടിങ് ഒരു രീതിയായിട്ട് പറയുന്നത് ARPANET-നെയാണ്. ARPANET എന്ന് പറയുന്ന ARPANET-നെയാണ് പറയാറുള്ളത്. ഇത് കുറച്ചുകൂടെ സിറ്റിസൺ സെൻറ്റേർഡ് ആക്കാനായിട്ട്, ജേർണലിസത്തിനെ കുറച്ചുകൂടെ സിറ്റിസൺ സെൻറ്റേർഡ് ആക്കാനായിട്ട് ഇൻ്റർനെറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയാസിൻ്റെ ഇൻഫ്ലുവൻസും കൂടെ വരാൻ തുടങ്ങി. കുറച്ചുകൂടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസും കൂടെ കുറച്ചുകൂടെ വൈഡനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ സിറ്റിസൺ ജേർണലിസം ഏറ്റവും കൂടുതൽ വരുന്നത് എന്തിൻ്റെ ഇൻ്റർവെൻഷനോട് കൂടിയിട്ടാണ്, ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടിയിട്ടാണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്തുണ്ടാവുന്നത്, ജേർണലിസത്തിൻ്റെ ഇവല്യൂഷൻ ഉണ്ടാവുന്നത്. ഇങ്ങനെയാണ് ജേർണലിസം ഇപ്പം നമ്മൾ കാണുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനി ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് ജേർണലിസം ആസ് എ പ്രൊഫഷനാണ്. എങ്ങനെയാണ് ജേർണലിസം ആസ് എ പ്രൊഫഷൻ വരുന്നത് എന്നുള്ളതാണ്. അറൗണ്ട് ഒരു 200 years ബാക്ക് മുതൽ നമുക്കുള്ള ഹിസ്റ്ററിയാണ് ഈ ഒരു ജേർണലിസ്റ്റിനെ നമ്മൾ പ്രൊഫഷനായിട്ട് കാണുന്നത്. ട്രൂ ആയിട്ടുള്ള ഇൻഫർമേഷൻ പീപ്പിളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ഉദ്ദേശം, ജേർണലിസത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു ജേർണലിസ്റ്റ് റൈറ്ററിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റർക്ക് ഇപ്പോൾ ഒരു എഴുത്തുകാരനാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നോവൽ എഴുതുന്നു അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്നു അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഇമാജിനറി സ്റ്റേറ്റിൽ നിന്നും നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ റിയാലിറ്റിയിൽ നിന്നും മാറി ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് റൈറ്റർ എന്നുള്ളതുകൊണ്ട് പറയുന്നത്. പക്ഷേ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് പറയുന്നത്. ജേർണലിസത്തിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു സെർട്ടൻ വേ ഉണ്ട് അവർക്ക് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ കുറച്ചധികം പ്രൊഫഷണൽ എത്തിക്സ് ഉള്ള ഒരു പ്രൊഫഷനാണ് ജേർണലിസം എന്ന് പറയുന്നത്. ഈ എത്തിക്സ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഒബ്ലിഗേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യരുത്, ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടെയുണ്ട്, ഈ ഒരു ജേർണലിസത്തിലുണ്ട്. ഇത് കുറച്ചുകൂടെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ഓക്കെ, ജനങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻ അവർക്ക് കറക്റ്റായിട്ടുള്ള രീതിക്ക് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ജേർണലിസത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഇൻഫോം ആൻഡ് എഡ്യൂക്കേറ്റ് ദ പബ്ലിക് എന്നുള്ളതാണ് ഇതിൻ്റെ ഗോളായിട്ട് വരുന്നത്. വെറുതെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് മാത്രമല്ലാതെ ഇൻഫോമും ചെയ്യുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ജേർണലിസത്തിൽ വരുന്നതാണ്. ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ബയാസ്ഡ് അല്ലാത്ത
ഒരു പേഴ്സൺ ആയിരിക്കണം എപ്പോഴും ജേർണലിസ്റ്റ് ആയിട്ട് വരുന്നത്. ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കുകയോ ബയാസ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ട്രൂ ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. റാഷണൽ ആയിരിക്കണം, അതേസമയം തന്നെ ഹ്യൂമണിസ്റ്റിക്കും കൂടെ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ബിഹേവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടെ ഉണ്ടായിരിക്കണം. എപ്പോൾ എവിടെ ആരോട് എങ്ങനെ എന്ത് ചോദിക്കണം എന്നുള്ളത് ബോധമുള്ള ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജേർണലിസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ളൊരു കാര്യമാണ് കറേജ് എന്ന് പറയുന്നത്, ധൈര്യം എന്ന് പറയുന്നത്. സത്യം എവിടെയും വെളിപ്പെടുത്താനുള്ള ഒരു ധൈര്യം കൂടെ ജേർണലിസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണാണ് ആരായിട്ട് മാറുന്നത്, ജേർണലിസ്റ്റാണ് കറക്റ്റായിട്ടുള്ള ജേർണലിസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റാം. അതുപോലെ തന്നെ ഈ ജേർണലിസം ആസ് എ പ്രൊഫഷൻ ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നിങ്ങളുടെ യൂണിറ്റ് 1 നിങ്ങൾക്ക് പറയുന്നത്. സോ ഇവിടെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ജേർണലിസം എന്നുള്ളതാണ്. ജേർണലിസം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ കളക്ഷൻ, പ്രോസസ്സിംഗ്, റീപ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, ആദ്യം പ്രിൻറ്റിംഗ് എറയാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതിനുശേഷം ഓഡിയോ ആയി, അതായത് നമ്മുടെ റേഡിയോ വന്നു, അതിനുശേഷം നമ്മുടെ ടെലിവിഷൻ എന്നുള്ള കാര്യം വരുന്നത്, അതിനുശേഷമാണ് നമ്മുടെ ഇൻ്റർനെറ്റ് എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ വരുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞത് എങ്ങനെയാണ് ജേർണലിസം ഒരു പ്രൊഫഷൻ ആവുന്നത്, ഒരു ജേർണലിസ്റ്റ് എങ്ങനെയാണ് ഒരു പ്രൊഫഷണലിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.